നമുക്ക് നെക്സ്റ്റ് എൻട്രി നോക്കാം. ഫോർ ലോഡിംഗ് ഇൻ ദ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് അറ്റ് ദി ബിഗിനിങ്. ഓപ്പണിങ്ങിലുള്ള സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റും അതുപോലെ തന്നെ ബ്രാഞ്ചിലുള്ള സ്റ്റോക്കിൻ്റെയും ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ എത്രയാണെന്ന് നോക്കാം. അത് എൻ്റർ ചെയ്യുന്ന എൻട്രി അത് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ സ്റ്റോക്ക് റിസർവ് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഹെഡിൽ എൻട്രി വേണം ഉപയോഗിക്കാൻ. കാരണം ഈ സ്റ്റോക്ക് റിസർവ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെയാണ് ഫോർ ലോഡിംഗ് ഇൻ ദ നെറ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയറും ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് എൻറ്റർ ചെയ്യേണ്ടത്. അതും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ റിസർവ് പോലെ തന്നെയാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ നെറ്റ് എമൗണ്ട് മാത്രം എടുത്താൽ മതി. അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കൊടുത്തതും മറ്റ് ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് കിട്ടിയതും മറ്റ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തതും പിന്നെ അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തതും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന നെറ്റ് എമൗണ്ടിൻ്റെ മാത്രം നമ്മൾ റിസർവ് കണ്ട് ഇവിടെ എൻട്രി ചെയ്താൽ മതി. ഫോർ ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് അറ്റ് ദി എൻഡ്. സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റിൽ അതായത് ഈ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുക, അതായത് സ്റ്റോക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് പോയി എന്നാൽ ബ്രാഞ്ചിൽ എത്തിയിട്ടില്ല, ആ ഒരു ഈ ട്രാൻസിറ്റ് സ്റ്റേജിലുള്ള സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ്ങും ഇത് രണ്ടിൻ്റെയും ക്ലോസിങ്ങിനുള്ള എമൗണ്ട് അതിൻ്റെ എൻട്രി എഴുതുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് റിസർവ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന് നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത്. ഫോർ ട്രാൻസ്ഫറിങ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ദ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഈ പ്രോഫിറ്റിന് ഷെയർ മാത്രമേ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യാറുള്ളൂ. എന്നിട്ട് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫോർ ട്രാൻസ്ഫറിങ് ദ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസും ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രി വരുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസസ്. ഫോർ ക്ലോസിംഗ് ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണം. അത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ പഠിച്ച ഡെപ്റ്റർ സിസ്റ്റം മെത്തേഡിൽ നമ്മൾ പഠിച്ച അതേ എൻട്രി തന്നെയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെപ്റ്റർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസസ് അക്കൗണ്ട്. Difference in the profit and loss account is either net profit or net loss. If net profit, the entry will be branch profit and loss account debtor to general profit and loss account. Branch in the profit and loss account ബാലൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, രണ്ടും ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എൻട്രി വേണ്ടത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് ലോസ് ആണെങ്കിൽ നേരെ എൻട്രി തിരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Goods sent to branch account is closed by transferring it to purchases account in case of trading concerns and to the trading account in case of manufacturing concerns. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ബിസിനസ് ഫേം ഒന്നെങ്കിൽ ട്രേഡിംഗ് കൺസേൺ ആയിരിക്കും, ട്രേഡിംഗ് ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളവരായിരിക്കും, അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ആയിരിക്കും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റിനകത്ത് ട്രേഡിംഗ് കൺസേൺ ആണ് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിനെ നമ്മൾ പർച്ചേസസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അത് മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ. നെക്സ്റ്റ്, ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്. Shortage in stock may be due to spoilage, leakage, sale in small quantity, etc. If there is any shortage in stock, the credit side of the stock account will be lesser than the debit side after entering all other items and closing stock. Shortage in stock. Shortage in stock may be due to spoilage, leakage, sale in small quantity, etc. അതായത് സ്പോയിലേജ്, ലീക്കേജ്, അതുപോലെ തന്നെ സെയിൽ നടത്തിയപ്പോൾ എന്തെങ്കിലും ക്വാണ്ടിറ്റി തെറ്റിപ്പോവുമോ,
അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആണ് ഈ ഷോർട്ടേജ് സ്റ്റോക്കിൽ ഉണ്ടാകുന്നത്. If there is any shortage in stock, the credit side of the stock account will be lesser than the debit side after entering all other items and closing stock. എല്ലാ സ്റ്റോക്കും നമ്മൾ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്കും ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എൻ്റർ ചെയ്തു. എന്നിട്ട് ക്രെഡിറ്റ് സൈഡ് കുറവും ഡെബിറ്റ് സൈഡ് കൂടുതലുമാണെങ്കിലാണ് ഷോർട്ടേജ് ഉണ്ടാവുക. ലോഡിംഗ് ഇൻ ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ഷുഡ് ബി ചാർജ്ഡ് ടു branch adjustment account and the cost of such goods should be charged to be branch profit and loss account. ഈ ഷോർട്ടേജ് ഇൻ സ്റ്റോക്കിലെ ലോഡിങ്, അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എന്നിട്ട് കോസ്റ്റ് മാത്രമേ നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ദ എൻട്രീസ് വിൽ ബി ഫോർ ലോഡിങ് ഇൻ ഷോർട്ടേജിലെ പ്രോഫിറ്റിൻ്റെ ഷെയറിൻ്റെ എൻട്രി വരുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ഫോർ കോസ്റ്റ് ഓഫ് ഷോർട്ടേജ്, അതായത് ഷോർട്ടേജിൻ്റെ കോസ്റ്റ് മാത്രം നമ്മൾ പറഞ്ഞത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കോസ്റ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു branch stock. Then pilferage and theft. In retail trade, pilferage or shoplifting is very common and is considered to be a normal business loss. The loading of such goods is charged to branch adjustment account and the cost is charged to branch profit and loss account. Entries for recording it are same as above. Pilferage and theft, അതായത് മോഷണം പോവുക, അടിച്ചു പറ്റുക, അതൊക്കെ ഇങ്ങനെയുള്ള പരിപാടി ഈ റീറ്റെയിൽ ട്രേഡിലാണ് സാധാരണ സംഭവിക്കുന്നത്. ഷോപ്പിൽ വെച്ച് മോഷണം പോവുക, അതൊക്കെ സാധാരണ ബിസിനസ് ലോസ് ആയിട്ട് തന്നെയാണ് അത് കണക്കാക്കുന്നത്. ഇതും ഈ ഷോർട്ടേജിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ഷോർട്ടേജ് ഇൻ സ്റ്റോക്കിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പിൽഫ്രേജ് ആൻഡ് തെഫ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതിൽ ലോഡിങ്, അതായത് തെഫ്റ്റിൻ്റെയും പിൽഫ്രേജിൻ്റെയും പ്രോഫിറ്റിൻ്റെ ഷെയർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും അതുപോലെ തന്നെ കോസ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എൻട്രി മേളത്തെ പോലെ തന്നെയാണ്, അതായത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്കിൻ്റെ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. Then surplus in stock. If the debit side of the branch stock account is less by certain amount even after entering closing stock and all other items, the difference is considered to be surplus in stock. അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണെങ്കിൽ എല്ലാ ഐറ്റംസും നമ്മൾ എൻ്റർ ചെയ്തു, സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എൻ്റർ ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്തു. അതിനുശേഷം ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് സർപ്ലസ് ഇൻ സ്റ്റോക്ക്, അതായത് സ്റ്റോക്കിൽ കൂടുതൽ വരിക. ഓക്കെ, അതിൻ്റെ എൻട്രി നോക്കാം. ലോഡിംഗ് ഓൺ സർപ്ലസ് in stock is credited to branch adjustment account and cost of goods is credited to branch profit and loss account. ഷോർട്ടേജിൻ്റെ അതുപോലെ തന്നെയാണ് എൻട്രി വരുന്നത്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. ലോഡിങ്, അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും കോസ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എൻട്രി ചെയ്യുന്നത്. The entries are for loading in surplus, branch stock account debtor to branch adjustment account. For cost of shortage, branch അല്ല surplus ആട്ടോ, cost of surplus in stock, branch stock account debtor to branch profit and loss account. Then loss by fire, accident, etc. Loading on goods loss by fire, accident, etc. should be charged to branch adjustment account and the cost of such goods should be charged to general profit and loss account as it is a pure abnormal loss. ഈ ഫയറും ആക്സിഡൻറ്റും ഒക്കെ എപ്പോഴും നടക്കണമെന്നൊന്നുമില്ല, വളരെ അപ്രതീക്ഷിതമായിട്ട് മാത്രം നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് പ്യുവർ ആയിട്ടുള്ള അബ്നോർമൽ ലോസ് ആണ്. മറ്റേ പിൽഫ്രേജും തെഫ്റ്റും ഒക്കെയാണ് നോർമൽ ലോസ് ആയിട്ട് വരുന്നത്, പക്ഷേ ഫയറും ആക്സിഡൻറ്റും വഴിയുള്ള ലോസ് എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഡിങ് മാറ്റമൊന്നുമില്ല, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ്, പക്ഷേ അതിൻ്റെ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്, അല്ലാതെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കല്ല. ഓക്കെ, ഇത്രയും എൻട്രീസ് ആണ്, നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രീസ് ആണ്. അതിനുശേഷം നമുക്ക് ഇല്ലസ്ട്രേഷൻ 9 നോക്കാം. ഓക്കെ.